ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാടിന്റെയും നാടാണ്. മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ. ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ? അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാർ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട് അതും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എന്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറിമറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. PV അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സപ്പോർട്ടറായി മാറി ആ PV അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഈ പോലീസിംഗിന്റെ ഭാഗമായി കേരളം ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഒരു ഓട്ടോറിക്ഷയുമായി ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി രാവിലെ ഉദിക്കുന്ന വെയില് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ ആ വെയിലിന്റെ ചൂടേറ്റ് ഈ വഴിയോരങ്ങളിൽ ഒരു യാത്രക്കാരനെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. വൈകുന്നേരം വരെ ഓടിയാൽ എന്താ കിട്ടുക? 100, 200, 300 ബാക്കിയാവും. ഡീസലും ചെലവും ടാക്സും. വണ്ടി മറ്റൊരുത്തൻ്റെതാണെങ്കിൽ അവന്റെ വാടകയും കഴിഞ്ഞാൽ കിട്ടാവുന്ന ഈ 300-400 രൂപയാണ്. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് എത്രയാ ഫൈന്? പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എത്രയാ ഫൈൻ? 1000, 2000, 5000. 3 കുട്ടികൾ ബൈക്കിൽ പോയാൽ 3 ആളെ പേരിലും ഫൈന്. ഇത് ഏത് IPC, ഏത് CRPC ഏത് ചോദിച്ചാൽ ഒരാൾക്കും അറിയില്ല. കേസൊക്കെ പോലീസ് സ്വയം നിർവചിക്കപ്പെടുന്നു. CRPCയും IPCയും ഒന്നും പരിഗണിക്കേണ്ടതില്ല. തോന്നിവാസം നടത്തുന്നു. ജനങ്ങളെതിരാകാതിരിക്കുവോ? ഇവിടെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളൊക്കെ അത്യാവശ്യം ബൈക്കുണ്ട്. 2-3 ആള് ചേർന്ന് 2000, 3000, 5000 കൂട്ടി ഒരു 10,000-15,000 സ്വരൂപിച്ച് ഫൈനാൻസ് എടുത്തൊരു ബൈക്ക് എടുത്ത് 3 പേരാണ് രാവിലെ ജോലിക്ക് പോവുക. വേറെ മാർഗമല്ല. ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്നതാണ്. രാവിലെ ബസ് കാത്തുനിന്ന് തൊഴിൽ തുടങ്ങുന്ന 8 മണിക്ക് ടൗണിലെത്താൻ കഴിയില്ല. ഈ രാവിലെ ഈ 3 പേരും വരുമ്പോൾ വഴിയിൽ പിടിച്ചു നിർത്തുന്നു. 1000, 2000, 3000 ഫൈന്. എങ്ങനെ താങ്ങും ഈ ജനത? എന്നാൽ അത് ചോദിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ചോദിക്കാൻ ചെല്ലുന്ന സഖാക്കളുടെ പൊതുപ്രവർത്തകരെ അപമാനിച്ചിറക്കി വിടുന്നു കേരളത്തിലെ പോലീസ്. ഇതാണ് എന്റെ പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ സ്വർണം മോഷ്ടിക്കലും പൊട്ടിക്കലും ഉരുക്കലും വിൽക്കലുമൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചതാ. ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു IPS ഉദ്യോഗസ്ഥൻ എന്റെ കാല് പിടിച്ച് തിരുമുന്നത് നിങ്ങൾ കണ്ടതാണ്. 25 വർഷം
നിങ്ങളുടെ അടിമയായി ഞാൻ ജീവിക്കാം, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി. എന്താ കേസ്? ഒരു 10,000 റുപ്യന്റെ മരം കെട്ടത് ക്യാമ്പ് ഓഫീസിൽ നിന്ന്. ഞാൻ കൂടെ നിന്നോ? അത് കഴിഞ്ഞ് ഈ അന്വേഷണവുമായി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ശശിധരനെ സ്ഥലം മാറ്റി. 8ഓളം ഡിവൈഎസ്പിമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. ഇവിടെ നിൽക്കുന്ന പത്രപ്രവർത്തകരെല്ലാം റിപ്പോർട്ട് ചെയ്തു. എന്താണ് റിപ്പോർട്ട്? ആഭ്യന്തര വകുപ്പിൽ PV അൻവറിന്റെ സ്വാധീനം, അല്ലേ? എനിക്കതിലങ്ങാണ്ട് ആറാടിപ്പോയാൽ പോരായിരുന്നു. പക്ഷെ എൻ്റെ തലയിൽ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാണ്. എന്തോ ഒരു കള്ളത്തരം എവിടെയോ നടക്കുന്നു. ഈ ആളുകളെ മുഴുവൻ മാറ്റിയിട്ടും എൻ്റെ മനസ്സിലേക്ക് ഒരു സന്തോഷവും കടന്നു വന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നത് കേസിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ്. ആ നോട്ടത്തിൽ ഞാൻ കണ്ടെത്തുന്നു സത്യസന്ധമായിട്ട് ഒരു അന്വേഷണവും ഞാൻ രേഖാമൂലം നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. വളഞ്ഞ വഴിയിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നതായി പിന്നീടുള്ള ചോദ്യം. അപ്പോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ചെയ്തൊരിടപാടായി ഞാനിത് കാണുകയാണ്. സുജിത് ദാസിന്റെ സസ്പെൻഷനും SP-യുടെ മാറ്റവും മറ്റുദ്യോഗസ്ഥരുടെ മാറ്റവും പുതിയ SP-യെ വെക്കണമെന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് എനിക്കുള്ള വിളിയും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പേരൊന്നുമില്ല, ആരെ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്തോ അങ്ങനെ തോന്നിപ്പോയി. ഒരു 4 SP-മാരെ പേര് എനിക്ക് കൊടുക്കാൻ എനിക്ക് അറിവില്ലാത്തതുകൊണ്ടോ ബന്ധമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ നോക്കി ചെയ്യും, നല്ലതാരാ നോക്കി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ലഹരിയിൽ അങ്ങ് പോകുമ്പോ ഈ അന്വേഷണമൊക്കെ ഒന്നിങ്ങനെ തണുപ്പിച്ച്, പിന്നീട് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, MLA ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് കരുതിയവർ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. ഞാൻ ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അനവധി പത്രസമ്മേളനങ്ങൾ നടത്തി തെളിവുകൾ പുറത്തുവിട്ടു. ഞാൻ എന്റെ 2 കാലും കൈയും പിടിച്ചു വലിക്കാൻ നിരവധിയായ ഉത്തരവാദിത്തപ്പെട്ട പരിശ്രമം നടത്തി. 1 ഇഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. വലിയ വലിയ ഓഫറുകൾ വന്നു. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ. ഇതൊക്കെയായി അവസാനം എവിടെയോ ഒരു പന്തികേട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന അവസാനത്തെ പത്രസമ്മേളനത്തിന്റെ 11 മണിക്ക് എന്ന് പറഞ്ഞപ്പോ 9 മണിക്ക് ഞാനൊരു ഡോക്യുമെന്റ് പുറത്തുവിടുന്നത്. എന്താ ഡോക്യുമെന്റ്? കവടിയാറിൽ ADGP അജിത് കുമാർ ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ എല്ലാ ഡോക്യുമെന്റും, കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് പോലീസിന് ഞാൻ കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം എന്റെ കയ്യിൽ വരുന്ന ഡോക്യുമെന്റാണ് 33,80,000 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. കോഴിക്കോട്ടുകാർ കേൾക്കണം. ആ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞ്, 10ാമത്തെ ദിവസം, 10 ദിവസം കഴിഞ്ഞിട്ടില്ല, 10ാമത്തെ ദിവസം 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. രണ്ടും ക്യാഷ് ട്രാൻസാക്ഷൻ. ഒഫീഷ്യൽ ഒരു ഒറ്റ പൈസ ഇല്ല. 33,80,000 മറ്റോ വിൽക്കുന്നു. റിസീവ്ഡ് ദ എമൗണ്ട്, പെയ്ഡ് ദ എമൗണ്ട് ബൈ ക്യാഷ്. 65 ലക്ഷത്തിന് വെക്കുന്നു. റിസീവ്ഡ് ദ എമൗണ്ട് ബൈ ക്യാഷ്. നടക്കുവോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും ആ ഫ്ലാറ്റിന് വില കാണിക്കണ്ടേ? വൈറ്റ് എമൗണ്ട്. ഒരു 25 ലക്ഷമില്ലാതെ ചെയ്യാൻ പറ്റുമോ? 35 ലക്ഷത്തിന് ഈ 33 ലക്ഷത്തിൽ ചില്ലാനത്തിന് ഇത് വാങ്ങുമ്പോ തിരുവനന്തപുരത്ത് അന്നത്തെ ഫ്ലാറ്റിന്റെ വില 60-70 ലക്ഷമാണ്. ഏകദേശം വിറ്റിരിക്കുന്നത് അതേ പൈസനാണ്, വാങ്ങിയിരിക്കുന്നത് പകുതി പൈസക്ക്. രണ്ടും ബ്ലാക്ക് മണി. DGPയുടെ മേശപ്പുറത്തുണ്ട് ആ പേപ്പർ. ആ ഒരൊറ്റ പേപ്പർ മതി
ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ. ഈ കള്ളപ്പണ ഉപയോഗം, ഈ RT രജിസ്റ്റർ ഓഫീസിൽ നടത്തിയ അധികാര ദുർവിനിയോഗം, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഭയപ്പെട്ടിട്ടല്ലേ ആ രജിസ്ട്രേഷൻ അതോറിറ്റി അങ്ങനെ ഒരു ആധാരം നടത്തി കൊടുക്കുന്നത്? ചെയ്തോ? ഈ നിമിഷം വരെ ചെയ്തോ? കാരണം മറ്റതൊക്കെ അന്വേഷിക്കണം. മാമിൻ്റെത് കുറെ അന്വേഷിക്കണം, റിദാൻ ബാസിൽ അന്വേഷിക്കണം, ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ വിശദമായ അന്വേഷണം നടത്തണം. ഒരു അന്വേഷണവും നടത്തണ്ട, ഈ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ മതി. ആ രജിസ്റ്റർ ഓഫീസിൽ ഒരു പോലീസുകാരനെ വിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ മതി. PV അൻവർ കൊടുത്തത് ശരിയാണോ എന്ന് മാത്രമുള്ള പരിശോധന മതി. അപ്പൊ എന്താക്കി? അതിന് 6 മാസം. എന്തിന്? വിജിലൻസ് അന്വേഷണത്തിന്. സെക്രട്ടേറിയറ്റിന്റെയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 2 കച്ചവടത്തിന്. അപ്പൊ ഇനി എന്താ കാത്തിരിക്കുന്നത്? ഇനിയിപ്പോ എന്താ മാർഗം? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പല വഴിക്ക് പല രീതിയിൽ പോലീസുകാരെ മാറ്റിത്തന്ന്, മറ്റ് ഓഫറുകൾ തന്ന്, പലതും. ഒന്നും നിന്നില്ല. ഇപ്പൊ എന്താ പണി? ഇപ്പൊ ഭീഷണിപ്പെടുത്താം. ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പം ആ പത്രസമ്മേളനത്തിന് അതാ വരുന്നു. ഈ കള്ളക്കടത്ത് സംഘത്തിന് ഈ പോലീസുകാരുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാം. അതുകൊണ്ട് ഇവരുടെ ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. കള്ളക്കടത്ത് സംഘത്തിലെ ഒരു ലോബിക്ക് ഇതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. പോലീസിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഇതിന് പിന്നിൽ തൽപരരാണോ എന്ന് പരിശോധിക്കണം. അപ്പോൾ പത്രക്കാർ ചോദിക്കുക, അതാരാ? PV അൻവർ ആണോ? അത് എനക്കറിയില്ല. നിങ്ങൾ ചോദിച്ചു, അത് എനക്കറിയില്ല. വീണ്ടും ചോദിക്കുന്നു, എനക്കറിയില്ല. നിങ്ങൾ 2 ചിരി അല്ലേ? 2 ചിരി. അത് കഴിഞ്ഞു. പിന്നെന്താ പറയുന്നത്? ഗവർണർ എന്തോ ഒരു പരാതി കൊടുത്തിട്ട് അൻവറിന്റെ പേരിൽ. ഏത്? ഫോണേ. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു, ഞാൻ ഏത് വാപ്പാന്റെ മോനാ എവിടുന്നാ വരുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? ഇനി ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായും വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ. എൻ്റെ ഉമ്മ ചെറുവാടിയാ. കൊളക്കാടനാണ് എൻ്റെ ഒരു ഭാഗം രക്തം, ഒരു ഭാഗം പുത്തം വീട്ടില. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ഇന്ന് ഹിന്ദുവിനാണ് മുപ്പത് കൊടുക്കുന്നത്. ഇതിലപ്പുറം തെളിവിന് എന്താ വേണ്ടത് സഹോദരന്മാരെ? ഒരു കോമൺ സെൻസ്. ഇത് എങ്ങോട്ടുള്ള റിപ്പോർട്ടാ? ഇത് എങ്ങോട്ടുള്ള പത്രവാർത്തയാണ്? അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന സഖാക്കളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാ. മനസ്സിലായില്ലേ? അപ്പോ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഈ വിഷയങ്ങളൊന്നും തെളിയില്ല. കാരണം എന്താ? ഒന്നും തെളിയില്ല. ഈ നെക്സസ്, ഞാൻ പറയുന്ന നെക്സസ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മുഴുവൻ കാരണം.